ചിലർ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനുള്ള കുതന്ത്രങ്ങളും നടത്തുകയാണ്. പടച്ചവൻ ആർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കട്ടെ. യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ച എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ വിശദീകരിച്ച് പറയാൻ ഇവിടെ സമയം ഇല്ല. കൊന്നവനെ കൊല്ലുക എന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട്. അതിനർത്ഥം കൊല്ലണം എന്നല്ല, മറിച്ച് കൊന്നവനെ കൊല്ലാനുള്ള അവകാശം കൊല ചെയ്യപ്പെട്ടവന്റെ അവകാശികൾക്ക് ഉണ്ട് എന്നല്ലാതെ കൊന്നവനെയൊക്കെ കൊല്ലണം, അങ്ങനെ ഇസ്ലാമിൽ ഒരു നിയമം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി നമ്മുടെ ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൻ്റെ ഫലമായിട്ട് അവസാനമായിട്ട് സന്തോഷ വാർത്ത കേരളക്കരയെ തേടിയെത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. കുരുവട്ടൂർ നൗഷാദിനെ പോലുള്ള ചില മൗലികവാദികളും മതവാദികളും എല്ലാം തന്നെ വളരെ മോശകരമായ രീതിയിൽ നമ്മുടെ ഉസ്താദിനെ അധപ്പതിപ്പിച്ച് സംസാരിച്ച കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ അതിൽ നിന്നെല്ലാം അത്തരം എല്ലാ വൃത്തികേടുകളെയും മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ സതുദ്ദേശത്തോടു കൂടിയുള്ള നമ്മുടെ ഉസ്താദിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും വിജയം കണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമ്മുടെ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ വധശിക്ഷ ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷം തന്നെയാണ്. ഇതിൻ്റെ മുന്നേ കുരുവട്ടൂർ നൗഷാദിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം വധശിക്ഷ നീട്ടിവെച്ചപ്പോൾ അതിൻ്റെ 2-3 ദിവസം മുന്നേ ഇയാൾക്ക് വിവരം കിട്ടി എന്നാണ് പറഞ്ഞത്. 14-ാം തീയതി നീട്ടിവെച്ച വധശിക്ഷ 15-ാം തീയതി AP അബൂബക്കർ മുസ്ലിയാർ പ്രസിദ്ധീകരിച്ചതിനെ വളരെ മോശകരമായ രീതിയിൽ ഹാസ്യ രൂപേണ മലയാളികൾക്ക് മുന്നിലേക്ക് വന്ന തെറിയഭിഷേകം നടത്തിയ ചില ഉസ്താദുമാർ വരെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അവർക്കെല്ലാമുള്ള മറുപടി എന്നതോണം ഇന്ത്യൻ സർക്കാർ പോലും പുറത്തുവിടാത്ത ഒരു വിവരം ഇന്ന് AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. വധശിക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏവർക്കും സന്തോഷിക്കാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഏതായാലും ഇന്ത്യയിൽ ഈ ഒരു വിവരം പുറത്തുവിടുന്നത് AP ഉസ്താദിൻ്റെ ഓഫീസിൽ നിന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് 100% വിശ്വസിക്കാം. എന്തുകൊണ്ട് അത് AP ഉസ്താദിനെ അറിയിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കണം. AP അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് യമനിലുള്ള സൂഫി വര്യന്മാരെ വിളിച്ചുകൊണ്ട് അടുത്ത ഉമർ എന്ന് പറയുന്ന അവിടുത്തെ മതപണ്ഡിതനെ വെച്ചുകൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ച നടത്തിക്കൊണ്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് മാപ്പ് എഴുതി വാങ്ങിക്കൊണ്ട് അവിടുത്തെ സുപ്രീം കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു രേഖയായിരിക്കുകയാണ്. ഇനി എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ കോടതിയുടെ മുമ്പിലാണ്. ഇനി എന്താണ് വേണ്ടത് എന്ന് കോടതിയാണ് തീരുമാനിക്കുക. നമുക്ക് ആദ്യമായി ആ വാർത്തയുടെ ചെറിയൊരു ഭാഗം കാണാം. യമൻ ആക്ടിവിസ്റ്റും ഒപ്പം തന്നെ ഈ തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയുമായിട്ടുള്ള സർഹാൻ ഷംസാൻ അൽ ബിസ്വാബി, അദ്ദേഹം FBയിൽ കുറിച്ച ചില കാര്യങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ എത്താം. ഷഹദ് തുടരുക. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി കൂടി ചെയ്യുന്നുണ്ട്. ബൽറാം, അതിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ടോ, ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് സുപ്രധാനമായ ചോദ്യം. ഇതിപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിലാണ് ഇത്തരത്തിൽ ഈ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടിയത്. അതിപ്പോൾ മാധ്യമങ്ങൾക്ക് അവിടെ നിന്നാണ്, ഓഫീസിൽ നിന്നാണ് ലഭിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതലായും നടന്നിരിക്കുന്നത് അനൗപചാരിക മാർഗങ്ങളിലൂടെയുള്ള ചർച്ചകളാണ്. വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മറ്റ് ഈ ഔപചാരികമായുള്ള ചർച്ചകൾക്ക് ഒപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളുടെ സഹായം, ഇതോടൊപ്പം തന്നെ 2 ഷെയ്ഖുമാരുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ളവ ഉള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യം 100% ശരിവെക്കുന്ന രീതിയിലാണ് വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷകരമായ വാർത്ത തന്നെയാണ്. വധശിക്ഷ താൽക്കാലികമായിട്ടല്ല, ഇപ്പോൾ സ്ഥിരമായിട്ട് തന്നെ റദ്ദ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് യമൻ സർക്കാരിന് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മാപ്പ് അപേക്ഷ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി തീർച്ചയായിട്ടും എന്താണ് എന്നുള്ളത് അവിടുത്തെ സുപ്രീം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ചിലപ്പോൾ നമ്മുടെ അബ്ദുറഹീം, നമ്മുടെ
സൗദി അറേബ്യയിൽ കഴിയുന്നത് പോലെ ഒരു ജീവപര്യന്തമോ അല്ലെങ്കിൽ ആ ടൈം കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും ചെയ്ത തെറ്റിന് ഒരു ശിക്ഷ തീർച്ചയായിട്ടും ഇസ്ലാം എന്ന പ്രകാരം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഏതായാലും തൂക്ക് കയർ അല്ലെങ്കിൽ വധശിക്ഷ എന്ന് പറയുന്നത് ഏതായാലും റദ്ദാക്കിയിരിക്കുകയാണ്. ആ സമയം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിമിഷപ്രിയക്ക് അവരുടെ മക്കളുടെ അടുത്തേക്ക് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത് വളരെ ശ്ലാഘനീയം തന്നെയാണ് എന്നുള്ളതാണ്. മതത്തിൻ്റെ നിയമപ്രകാരം ചെയ്ത കുറ്റത്തിന് ഒന്നെങ്കിൽ സ്വമേധയാ മാപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ ധ്യാദനം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കുകയോ ചെയ്യാമെന്നുള്ളതാണ്. ധ്യാദനത്തിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു വാർത്ത കേരളക്കരയെ തേടിയെത്തിയിരിക്കുകയാണ്. ഇതുവരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഉസ്താദിനെയും അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരെയും വളരെ കോമഡി രൂപേണ സമൂഹത്തിൽ ഇങ്ങനെ വക്രീകരിച്ച് ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സങ്കടം തോന്നിയ ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. അപ്പോഴും AP അബൂബക്കർ മുസ്ലിയാർ കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നു ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ പ്രതീക്ഷയുടെ വക്കിലായിരുന്നു. സൂഫി വര്യന്മാരെ വിളിച്ചു അദ്ദേഹത്തിനുള്ള അവരുമായിട്ടുള്ള ഒരു ബന്ധം കാരണം തീർച്ചയായിട്ടും ഇതിൽ ഇടപെട്ട് നല്ലൊരു തീരുമാനം ഉണ്ടാക്കിത്തരണം. തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിനെ ഒന്ന് ഉപദേശിച്ച് കൊടുക്കണം. ഇത്തരം കാര്യത്തിൽ മാപ്പ് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നും അത് മതപരമായ ചര്യകൾക്കോ നിബന്ധനകൾക്കോ ഒന്നും എതിരല്ല എന്ന് ഉണർത്തിക്കാൻ വേണ്ടിയാണ് AP അബൂബക്കർ മുസ്ലിയാർ അവരോട് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് അവരുടെ കുടുംബം, തലാലിൻ്റെ സഹോദരനടക്കമുള്ള കുടുംബം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ അതിന് സമ്മതിച്ചിരിക്കുകയാണ്. അതിൽ വെച്ച പത്രത്തിൽ തീർച്ചയായിട്ടും അവർ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. അതിനി ബാക്കി കാര്യങ്ങളെല്ലാം സുപ്രീം കോടതിയുടെ കയ്യിലാണ്. അത് സുപ്രീം കോടതി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിമിഷയുടെ വധശിക്ഷ റദ്ദ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ശിക്ഷ ആ കാലയളവ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിമിഷപ്രിയ മോചിതയായി വരുന്നത് നമുക്ക് കാണാമെന്ന് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത്. നന്ദി, നമസ്കാരം.